ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് സന്ദീപ് വാര്യർ ചോദിച്ചു. കോർ കമ്മിറ്റി അംഗത്തിന്റെ പേര് പറയാതെയാണ് സമൂഹമാധ്യമത്തിൽ സന്ദീപിന്റെ പോസ്റ്റ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ബിജെപി നേതാവിനെ ലക്ഷ്യം വെച്ച് പ്രസ്താവന നടത്തിയിരുന്നു. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഈ സമയത്ത് മറ്റൊരു കാര്യം ആലോചിക്കുന്നു. ആദ്യം, അതായത് ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാലക്കാട്ടെ പ്രതിഷേധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. അന്നേരം പാലക്കാട്ടെ ഒരു ബിജെപി നേതാവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ നാണക്കേടാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ നേതാവിനെ കുറിച്ച് തന്നെയാണോ ഇപ്പോൾ സന്ദീപ് വാര്യറും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്? ഇത് പാലക്കാട് എത്രത്തോളം പുകയുന്നുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അതേ നേതാവിനെ തന്നെയാണ് സന്ദീപ് വാര്യരും ലക്ഷ്യം വെക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആരും തന്നെ പേര് ഇതുവരെ പറയാതിരിക്കാനുള്ള ഒരു കാരണം ഈ കൃത്യമായ പരാതി ആരുടെയും കൈവശം ലഭിക്കാത്തത് കൊണ്ടാണ്. ഈ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പാലക്കാട്ടെ ഒരു ബിജെപി നേതാവിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് കയ്യിൽ പരാതി നിലവിൽ ഉണ്ട്. ഈ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കുമോ എന്നാണ് ചോദ്യം. ബിജെപിയുടെ പ്രധാന നേതാവിനെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത്. സാധ്യത ഈ പറയുന്ന ആൾ ഈ സമരത്തിലും ഈ രാജ്യാംശത്തിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായും ഈ രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായി കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ പരാതിയുടെ കോപ്പി ലഭിച്ചിട്ടില്ല. ഇരയായ വ്യക്തി അവരുടെ സ്വകാര്യത മാനിച്ചാണ് അത് ഈ പുറത്തുവിടാത്തത്. എന്തായാലും അടുത്ത ദിവസങ്ങളായി ഇത് പുറത്തു വരാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. യെസ്, ഇതിൽ ബി ജെ പിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും വലിയ പ്രതിരോധത്തിലായിട്ടുണ്ടാവും. അവരിപ്പോൾ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം തുടരുന്നുണ്ടെങ്കിൽ പോലും ഇത് വലിയ ചർച്ചയായിട്ടുണ്ടാവും. പാലക്കാട് അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടോ ബി ജെ പിക്കകത്ത്? പ്രത്യേകിച്ച് വലിയ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളൊക്കെ, സീനിയർ നേതാക്കളൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ പാലക്കാട്ടെ ബി ജെ പിയിൽ ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വിവരങ്ങൾ ഉള്ളതാണ്. ഇത് ഈ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ വിവാദങ്ങളിലേക്ക് പോകും എന്നതിൽ സംശയമില്ല. ആരുടെയും കൈവശം പരാതിയില്ല. പരാതി ഗുരുതരമായ വിഷയങ്ങളാണ് അതിൽ ഉള്ളത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അത് ഒരുപക്ഷെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നിരവധി തവണ ഈ മത്സരിച്ച കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ തന്നെയാണ് ഇത്തരം ആരോപണം നിലവിൽ ഉള്ളത്. ബി ജെ പിയിലെ ഗ്രൂപ്പിസം പാലക്കാട് അതിശക്തമാണ്. ഒരുപക്ഷെ ആ രീതിയിൽ അത് പുറത്തു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സാജിദ്, ഈ പരാതി വന്നതിന് ശേഷമാണോ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായാലും തങ്ങൾ ആക്റ്റീവായിരിക്കില്ല എന്ന് BJP പ്രസ് മീറ്റ് നടത്തി പറഞ്ഞത് ഇതേ നേതാവ്? പാലക്കാട്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിനെ നേരിടും എന്നുള്ളതാണ് BJP നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ BJPക്കും അതിൽ വലിയ ആത്മവിശ്വാസം ഇല്ല എന്ന് ഉറപ്പാണ്. കാരണം ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായി ഒരു ഉപതെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാലും BJPക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് BJPക്ക് വലിയ നാണക്കേടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ നേതാവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ ഈ പുതിയ പരാതി. പുതിയതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് മാസങ്ങളായ പരാതി BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ കൈവശമുണ്ട്. ഇവർ ഒരുപക്ഷെ ഇതിൽ പാർട്ടി നടപടി ഉണ്ടായില്ലെങ്കിൽ അവർ മറ്റ് നിയമ വഴികൾ കൂടി തേടാനുള്ള സാധ്യതയുണ്ട്.